Hello guys, welcome back to my YouTube channel. This is Kavya here. അപ്പോൾ അന്ന് ഇൻട്രോ വീഡിയോ ഇട്ട് പോയതിനു ശേഷം ഞാൻ പിന്നെ ഒറ്റ വീഡിയോസ് ഇട്ടിട്ടില്ല. കാരണം തിരക്കായിരുന്നു, അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഭയങ്കര മോശമാണ്. ലൈഫിൽ കുറേ ഹാപ്പനിങ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കവർ ചെയ്യാൻ വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ എന്താ പറയുക, അതിന് ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ഒരു ഗെറ്റ് ടുഗദർ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലാപ്പും കൊണ്ടാണ് അവരുടെ വീട്ടിലോട്ടൊക്കെ പോകുന്നതും പരിപാടികളൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്കൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനോ അതിനൊന്നുമുള്ളൊരു അവസ്ഥ സിറ്റുവേഷൻ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് നോർമലി ഞാൻ എഴുന്നേറ്റു, ഓഫീസിൽ പോകാൻ നോക്കിയപ്പോൾ ലേറ്റാണ്. അപ്പോൾ ഒരു ഓക്കെ വർക്ക് ഫ്രം ഹോം ചെയ്യാം. അങ്ങനെ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ വേണ്ടി ലാപ്പൊക്കെ എടുത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ലാപ്പിൽ കുറച്ച് ചാർജ് ഉണ്ട്, തീരുമ്പോഴേക്കും കറണ്ട് വരും, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്തു. ഇപ്പോൾ ലാപ്പിൽ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബെസ്കോമിലെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു. ബെസ്കോമിൽ വിളിച്ചപ്പോൾ ആദ്യം അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വിളിച്ചു. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കറണ്ട് ഇപ്പോഴൊന്നും വരാൻ പോകില്ലെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ അടുത്തൊരു കഫേയിൽ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, എന്താ അവിടെ വർക്ക് ഫ്രം കഫേ ഓർ വർക്ക് സ്പേസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആക്കി കൂടാ. കാരണം എൻ്റെ ഒരു മൺഡേ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഒരു മൺഡേ എങ്ങനെയാണ് കടന്നു പോവാറ്, എന്തൊക്കെയാണ് എൻ്റെ ഒരു മൺഡേയിൽ ഉണ്ടാവാറ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. ഓക്കെ, സോ അപ്പം ഞാനിങ്ങനെ റെഡിയായി. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ബാഗിലാണ് കുറച്ച് മെസ്സിയാണ്. അപ്പോൾ ഞാനിപ്പം പോയിട്ട് കഫേയിൽ പോയിട്ട് വർക്ക് ചെയ്യാം. ഞാനതൊക്കെ വീഡിയോസ് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. ബൈ ബൈ. സോ നമ്മൾ ഇറങ്ങാണ്. താഴെ ഊബർ വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഊബർ ഓട്ടോസാണ്. യെസ്, അപ്പോൾ ഊബർ വന്നിട്ടുണ്ട്. നമുക്കതിൽ കയറിയിട്ട് പോകാം. Uh, 3200. ശരിക്കും പറഞ്ഞ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടി ഞാനിന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് കാണണമെന്ന് പറയുക. ഈ വീക്കെൻഡിൽ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടു, പക്ഷേ എൻ്റെ വർക്ക് കാരണം എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇന്നിപ്പോൾ ഞാൻ എടുത്ത ഈ ഒരു കഫേ എന്ന് പറയുന്നത് ഇവൻ്റെ ഓഫീസിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ പിന്നെ വിളിച്ചു ചോദിച്ചു, എടാ നീ ഓഫീസിലുണ്ടാവില്ല, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാമെന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ ഞാനൊന്ന് പോയിട്ടില്ല, എന്ന് സിക്ക് ലീവാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അവനോട് ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ നീ പോകുന്നു, ഞാൻ ഇവിടെ ഈ കഫേയിലുണ്ട്, ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ഞാൻ അവനെയും കാണിച്ചു തരാം. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, കുറേ ഇയേഴ്സായിട്ട് എൻ്റെ കൂടെയുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. വെറും 3-4 കിലോമീറ്റർ എൻ്റെ അവിടെ നിന്നുള്ളൂ. പക്ഷെ ഞാനൊരു 10-20-25 മിനിറ്റായിട്ട് ഈ വണ്ടിയിലിരിക്കുക. ആ ഓട്ടോ ചേട്ടന് വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ സമയം കിട്ടും. കാരണം നോക്ക്, ബ്ലോക്ക് നോക്കൂ. സോ നമ്മൾ കഫേ കണ്ടുപിടിച്ചു. കോരമംഗലയിലുള്ള ചിൻലുങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കഫേ വരുന്നത്. അങ്ങനെ കഫേ കണ്ടുപിടിച്ച് ഞാനതിൻ്റെ ഉള്ളിലോട്ടെത്തി. അവിടെ ചെന്നപ്പോൾ എന്നെപ്പോലെ തന്നെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയറും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അത്യാവശ്യം സൈലൻ്റായിട്ട് അവരുടെ വർക്ക് മാത്രം നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദാ വരുന്നു എൻ്റെ ഫ്രണ്ട്. ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് തങ്കു. നൈസായിട്ട് ഞങ്ങൾ മുകളിലെ ലൊക്കേഷനിലേക്ക് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് മാംഗോ ഫ്ലേവേർഡ് മാച്ച ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് ആണ്. സിക്ക് ലീവായിട്ട് നോക്കിവിടെ ഐസ്ഡ്
എന്താ സാധനം അതൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മിക്കവാറും യൂട്യൂബിൽ വരുമ്പോൾ എന്റെ ജോലി തിരക്കുന്നതാണ്. അതെ, കാരണം ഞാൻ അത്രയും ഫേമസ് ആയതുകൊണ്ട് യൂട്യൂബ് എല്ലാവരും കാണുമല്ലോ. നമ്മളെങ്ങനെ പരിചയപ്പെട്ടു? ഞാൻ ആദ്യമായിട്ട് നമ്മളുടെ കാഡിയോസിലേക്ക് വരുമ്പോൾ അന്ന് റൈറ്റ് സൈഡിലെ കോർണറിലാണ് പൂവിൽ ഇരുന്നിരുന്നത്. അതിന്റെ ഞങ്ങള് ഇവന്റെ ഫസ്റ്റ് കമ്പനി, എന്റെ സെക്കൻഡ് കമ്പനി, ഞങ്ങൾ കൊളീഗ്സ് ആയിരുന്നു. വീഡിയോയ്ക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ പറയും, കുറച്ച് ഇമോഷണൽ സാധനം വരക്കാം, നല്ലതാണ് റീച്ച് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ 3 പേരാണ് ടീമിൽ നിന്ന്. അപ്പം അതിലത്തെ ഒരു പുള്ളിക്കാരത്തിയാണത്. ഞാൻ, തങ്കു, ഭാഗ്യം. അങ്ങനെ കുറേ നേരം ഞാനും തങ്കുവും ഭാഗ്യവും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു. ഭാഗ്യം വീഡിയോ കോളിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 3 പേരാണ് എപ്പോഴും ഹാങ് ഔട്ട് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്തു. അവിടുത്തെ റൂഫിൽ അത്യാവശ്യം നല്ല ഈസ്തറ്റിക് വൈബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഞാൻ ആ റൂഫിൽ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെയും ബാക്ക് ടു മൈ വർക്ക്. ഈ ഒരു കഫേയിൽ മീറ്റപ്സും വർക്ക്ഷോപ്സും ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടെ ഒരുപാട് ബുക്സും ആ ബുക്സ് റിലാക്സ് ആയിട്ടിരുന്ന് വായിക്കാനായിട്ട് ഒരുപാട് ബീൻ ബാഗും ഉണ്ടായിരുന്നു. ഞാനും കുറച്ച് നേരം ഏതോ ബുക്കൊക്കെ അവിടെ ഇരുന്ന് നോക്കി. പക്ഷേ എനിക്ക് വർക്ക് കുറേ ഉള്ളതുകൊണ്ട് ഞാൻ അധികം നേരം ആ റൂമിൽ സ്പെൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും കറണ്ട് വന്നു എന്നൊരു കോൾ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ഐക്കോണിക് ആയിട്ടൊരു പ്ലേസിലാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. കാരണം വീട്ടിൽ കറണ്ട് വന്നു എന്നറിഞ്ഞു. അപ്പോൾ ഞാൻ ബെസ്കോമിനെ വിളിച്ചപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് എവിടെയാണ്? എനിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടിയിട്ട് 2021 ഞാൻ ബാംഗ്ലൂർ വരുന്നത്. അന്ന് ആരോ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഈ മേഘന ബിരിയാണി. ലുക്ക് അറ്റ് മൈ പ്ലേറ്റ്. തങ്കു, എങ്ങനെയുണ്ട് മേഘന ബിരിയാണി? കുറേ സ്ഥലത്ത് ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ തങ്കുവിനോട് ബൈ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയതും എനിക്ക് കോളുകൾ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ബാക്ക് ടു മൈ വർക്ക്. പിന്നെ 5 to 6 എനിക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ട്. അത് ഞാൻ ഈ വർക്കിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. 5 to 6 ഉള്ള ആ അവർ ഞാൻ 6 to 7 വർക്ക് ചെയ്ത് എൻ്റെ വർക്ക് കോമ്പൻസേറ്റ് ചെയ്യും. ഈ പാട്ടും ഡാൻസൊക്കെ പഠിക്കണം എന്നുള്ള മോഹം പണ്ട് ഹൈസ്കൂൾ തൊട്ട് എനിക്കുള്ളതാണ്. അന്ന് സ്കൂളിൽ പിള്ളേർ ഡാൻസും പാട്ടും പഠിക്കുമ്പോൾ ഞാൻ കുറേ നോക്കി നിന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പോലെ ലേറ്റായി. 7:30 to 8:30 ക്ലാസ്. പക്ഷെ ഇതിപ്പോൾ ഓൾറെഡി സമയം 8 മണി ആവാറായി. എനിക്കൊരു മീറ്റിംഗ് ഓഫീസ് കോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ലേറ്റായി. സോ ഡാൻസ് ക്ലാസ്സിലെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ഡാൻസ് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഡാൻസിൽ ഒരുപാട് ഗ്രേസും പെർഫെക്ഷനും ഞാൻ ഇനിയും കൊണ്ടുവരാനുണ്ട്. ഇതെൻ്റെ 10th ക്ലാസ് ആയിട്ടുള്ളൂ. പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ് എന്ന് പറയും. നമുക്ക് നോക്കാം. ഡാൻസ് ഞാൻ തിരിച്ചെത്തി. ഇനി വീണ്ടും പണിയെടുക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. അപ്പോൾ വീണ്ടും പണിയെടുക്കും. പണിയൊക്കെ എടുത്തിട്ട് കുളിച്ച് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. ഇതാണ് എൻ്റെ ഒരു ഡേ. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പാട്ട് പഠിക്കുന്നു, ഹിന്ദുസ്ഥാനിയാണ് പഠിക്കണേ, പിന്നെ ഡാൻസ് വെസ്റ്റേൺ പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ടത്തെ ആഗ്രഹം. ഞാൻ്റെ ഒരു ഇന്നർ ചൈൽഡിനെ സാറ്റിസ്ഫൈ ചെയ്യാണ് എൻ്റെ ഉള്ളിലത്തെ. അതായത് ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ട് പഠിക്കണം, ഡാൻസ് പഠിക്കണം എന്നൊക്കെ. അതൊക്കെ അന്ന് എനിക്കറിയില്ല, വീട്ടുകാരത്ര ചോദിച്ചിട്ടുണ്ടാവില്ല, അവരതൊന്നും അങ്ങനെ ചേർത്തിയൊന്നുമില്ല. അമ്മയൊക്കെ പറയും ചേർത്തി, ഞാൻ ഓടിപ്പോണ്ടെന്നൊക്കെ. എനിക്കറിയില്ല, എനിക്ക് അവർ അറിയില്ല. അപ്പം എന്തായാലും ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ഇത്രയും പ്രായമായപ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടീനെ, എൻ്റെ ഉള്ളിൽ കുട്ടീനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വർക്ക് ചെയ്യും, ഫുഡ് കഴിക്കും, കിടന്ന് ഉറങ്ങും. ഫുഡ് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കിടന്ന് ഉറങ്ങും. അതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഹാപ്പനിങ് ആയിട്ടുള്ള ഡേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.